العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. 7:30 പെരുന്നാൾ സ്കാർബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും നേരം എത്താൻ വേണ്ടി ശ്രമിക്കണം. പ്രത്യേകമായി ഉമഹിയത്തിനെ സംബന്ധിച്ചാണ് ഇന്ന് മുംബൈയിൽ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു അതിൽ ചേർത്തവർക്കൊക്കെ അത് നല്ല നിലയ്ക്ക് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ചേരാൻ ടൈമുണ്ട്. ഇന്ന് കൂടി ഇതിന്റെ ടൈം തന്നെയാണ്. ചേരാൻ ചേരാവുന്നതാണ്. അള്ളാഹു തആല ആ മൃഗം കൊണ്ട് നേടുന്ന എല്ലാ ഗുണങ്ങളും നേടിയെടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഖബറിൽ നിന്ന് രണ്ടാമത്തെ ഊമ്പൂറുമ്പോൾ നമ്മളൊക്കെ ജീവിച്ചു പോകുന്ന മാറ്റം പൊടിയുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും വിപുലമായ തലത്തിൽ ഖബറിൽ നമ്മൾ ഇങ്ങനെ പൊന്തും. അതുവരെ ഖബറിൽ കിടക്കുകയാണ്. ആ പൊന്തുന്ന സമയത്ത് തിരിച്ചറിയാവുന്ന നിൽക്കാണ് ആ എഴുന്നേൽക്ക്. ഇതുവരെ ഒരു വല്ലാത്തൊരു ജീവിതമായിരുന്നു. ആ ജീവിതത്തിൽ ഒരു ആശ്വാസം കിട്ടി. ഖബർ പൊത്തിയിട്ട് പുറത്ത് ചാടുകയാണ്. ആ ചാട്ടം ചാടി തിരിച്ചറിയാതെ ഓടുകയും എങ്ങോട്ടാണ് ഒരു കൊടുത്തു കിട്ടൂല. ആ തരത്തിലുള്ള ഓട്ടം. ആ സമയത്ത് ഉദഹിയത്തറുത്ത ആളുകൾക്ക് അവർക്ക് പോകാനുള്ള വണ്ടി അവർ തയ്യാറായി ഖബറിൽ കാത്തു നിൽക്കുകയാണ്. അതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് പോകാൻ നിങ്ങളുടെ മൃഗത്തിനെ നല്ല മൃഗാക്കണം. അത് സിറാത്ത് പാലത്തിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള പാലമാണ്, വാഹനമാണ്. അപ്പൊ സിറാത്ത് പാലം എത്തുന്നത് വരെ ഒരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. അതേ സംബന്ധിച്ച് മഹാന്മാർ വിവരിച്ചത് കണ്ടാൽ വല്ലാത്തൊരു അതിലേക്കൊരു സൂചനയാണ്. എയർപോർട്ടിൽ എത്തുമ്പോൾ ഒരു സൂചന എന്ന് പറഞ്ഞാല് എയർപോർട്ടിൽ എത്തുമ്പോൾ നമുക്ക് ബോഡി കാർഡൊക്കെ കിട്ടി അങ്ങനെയാണ് ചെന്ന് ആദ്യം ഒരു കറുത്ത ആ വരന്റെ അപ്പുറത്ത് ചവിട്ടിയ പോലീശ്വര അടി ആ ചവിട്ടപ്പുറത്ത് നിൽക്കണം. അത് പോയവർക്ക് അതിനെ പറ്റി അറിയുള്ളൂ. അവിടെ ഉള്ള ഇടങ്ങ്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് അവിടെ എത്തിയിട്ട് അവിടെ കുറെ നിൽക്കണം. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് കണക്കെ കഴിഞ്ഞതിന് ശേഷം ആ കൂട്ടിൽ കൂടുതൽ പോക്ക് പോകാണ്ട് ഇവന്റെ എന്തുണ്ടോ അറിയാൻ വേണ്ടി ആ പോക്ക് പോയ ശേഷമാണ് മറ്റൊന്ന് പോവുക. ഇതൊരു സൂചന ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അതിനോട് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ആ നിലക്കുള്ള കടമ്പകൾ, ഒരുപാട് കടമ്പകളിലൂടെ പോകാൻ ഈ വാഹനം പുറത്തു പോകാൻ കഴിയുമാർക്ക് ഒതിയത്താത്ത ആളുകൾക്ക് അള്ളാഹു തആല സുഹൃത്തായ ഒതിയത്ത് അറക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ സമയമാണ്. ഇനിയും ചാൻസ് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ കുട്ടികൾ നമുക്ക് വേണ്ടി ഭക്ഷണ കിറ്റ് നമ്മുടെ വാഴക്കാട്ടേക്ക് കുറച്ച് തോര കൊടുത്തയച്ചിട്ടുണ്ട്. വാഴക്കാട്ടുകാർ നല്ലോണൊരു പെരുന്നാൾ കഴിക്കട്ടെ. ഒരു 500 രൂപന്റെ സാധനമല്ല, ഒരു 550 രൂപയുടെ സാധനം 500 രൂപയുടെ കിറ്റാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ആവശ്യക്കാർക്ക് വാങ്ങാം, 500 രൂപ കൊടുക്കാം. അവർക്കൊരു വലിയ സഹായം. ഓരോ സാധനം എടുക്കുമ്പോൾ ചെറിയ ആശ്രമം കിട്ടുമല്ലോ, അതാ കൊടുക്കേണ്ടത്. ഈ സാധനത്തിന്റെ വില കണക്കൂട്ടെ നമുക്ക് ലാഭമാണ്. അപ്പോ അങ്ങനെ പെടാത്ത ആളുണ്ടെങ്കിൽ അത് വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല ഈ പെരുന്നാട് നമ്മളിങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ ആരൊക്കെ ഉണ്ടാവും പറയാൻ പറ്റില്ല. അല്ലാഹു നമുക്ക് ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ വർഷം നമ്മോട് കൂടെ കഴിച്ചിരുന്ന പലരും ഇന്ന് ഖബറിലാണ്, ഇന്ന് നമ്മോടൊപ്പമില്ല. അടുത്ത് നമുക്കുണ്ടാവും നമുക്കറിയില്ല. അതുകൊണ്ട് ചെയ്യുന്ന അമലുകൾ കഴിവിന്റെ പരമാവധി അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാകാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി 218 ആളുകളുടെ മയ്യത്ത് നിസ്കരിക്കാറുണ്ട്. അള്ളാഹു മാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇന്നത്തെ സുബീഹുകൾക്ക് തുടങ്ങി അയ്യാമത്തെ തശ്രീഖിന്റെ മഗ്‌രിബ് വരെയുള്ള സമയത്തിന്റെ ഇടയിൽ നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അത് ഫർദാവട്ടെ, സുന്നത്താവട്ടെ, മയ്യിത്ത് നിസ്കാരമാവട്ടെ, അദാ ആവട്ടെ, ഖദാ ആവട്ടെ, ഏത് നിസ്കാരത്തിന് ശേഷവും അതിൽ വാരിതായ അധികാരം ചൊല്ലുന്നതിന്റെ മുമ്പ് ചൊല്ലിട്ടുണ്ട് എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം.
മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവരെ കാൺപെടുത്തി ഇടതടമില്ലാതെ ചൊല്ലുന്നത് വരെ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണേ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോകുമ്പോഴൊക്കെ ആ തക്ബീറുകൾ ചൊല്ലാൻ വേണ്ടി അള്ളാഹു വലിയവനാണ്, അള്ളാഹു വലിയവനാണ്. ഒന്നുമല്ല, ഞാൻ വളരെ നിസ്സാരനാണ്, കഴിയില്ല എന്തൊരു ധ്വനി അതിലുണ്ട്, ഞാൻ കഴിയാത്ത ആളാണ്. മനസ്സിലേക്ക് വരുമ്പോ അള്ളാഹു വലിയവനാണ്, ഒന്നുമല്ല എന്നൊരു ചെക്കൽ ഉണ്ടാക്കുക. ആ സ്വഭാവത്തിലൂടെ രക്ഷപ്പെടാൻ അള്ളാഹു ാവട്ടെ. റഹ്മാനായ റഹ്മത്തായ പടച്ചവനെ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ വളരെ കുറവാണ്. ഇഖ്ലാസ് തീരെ അറിയാം. പടച്ചവനെ എന്നാൽ നീ അതൊക്കെ കബൂലാക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ ചെയ്ത ജീവിതം ചെയ്ത എന്തൊക്കെ സുഹൃത്തുക്കളുണ്ടോ അതെല്ലാം നീ വലിയ ബാധ്യതകളായി കബൂലാക്കണം അല്ലാഹ്. വന്നുപോയ തെറ്റുകൾ എത്ര ഭീമമാണെങ്കിലും അത് നിസ്സാരമാക്കി നിനക്ക് കഴിയുമല്ലോ. നീ പുറത്തു തന്നതുകൊണ്ട് എന്റെ വായ്പാട്ടുകാർ ചോദിച്ചില്ല. അതുകൊണ്ട് ഞങ്ങളിൽ വന്ന എല്ലാ തെറ്റുകളും ചെറുതും വലുതും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിൽ, രക്തബന്ധങ്ങളിൽ, ബന്ധുബന്ധങ്ങളിൽ, അയൽപക്കബന്ധങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ കബർസ്ഥാനിലുണ്ട്. അവർക്ക് ഈ കൊടുക്കണേ. പരിസരങ്ങളിൽ കിടക്കുന്നവർക്ക് ഈ കൊടുക്കണം. രോഗികളായ വീട്ടിലും അതുപോലെ കഴിയുന്ന എല്ലാവരും അവസ്ഥയിലേക്ക് ഞങ്ങളിൽ ഒരാളെ ഇടപാടുകൾ വെട്ടി പറയാനുള്ളത് പറഞ്ഞ് കേൾക്കാനുള്ള കേട്ട് നല്ല മനസ്സോടെ ഭാഗത്തിൽ ഞങ്ങളെ, ഞങ്ങളെ ഭാര്യമാര്, ഞങ്ങളെ മക്കളെ, ഞങ്ങളെ ജ്യേഷ്ഠാനന്ദന്മാര്, സഹോദരിമാര്, മോശനമായി മുഴുവനും തുടങ്ങി എല്ലാവരെയും കൊടുത്തി അനുഗ്രഹിക്കണമെന്ന ആ സ്വർഗത്തിൽ പരസ്പരം കാണാനും അവിടെ സല്ലപിക്കാനും നീ ഞങ്ങൾക്ക് തോൽപ്പിയിട്ട് നൽകണമെന്നോ. ربنا تقبل منا انك انت السميع العليم واغفر علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين.